സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ട് എന്ന ആരോപണം തള്ളി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഉപഭോഗം വർദ്ധിക്കുന്നതിനാൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നതാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24നോട് പറഞ്ഞു. അതേസമയം KSEB ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നതിനാൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനം ആശങ്കയിലാണ്. അതികഠിനമായ ചൂട് തുടരുന്നതിനാൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ്. അതിനിടെ വ്യാപകമായി അപ്രഖ്യാപിത പവർ കട്ട് എന്ന പരാതിയും ഉയർന്നു. ഇവിടെ ഞങ്ങൾ വന്ന് കടന്നപ്പോൾ തന്നെ 100 കണക്കിന് കോട വേണം. ആ കോട അറ്റൻഡ് ചെയ്യാൻ പോലുള്ള സ്റ്റാഫുകളെ ഇവർക്കില്ല. 2 സ്റ്റാഫിനെ വെച്ച് നൈറ്റ് ഡ്യൂട്ടിക്കാർ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം കൂടുതൽ സ്റ്റാഫിനെ നൈറ്റ് ഇതിൽ വെക്കാനും പിന്നെ ഫ്യൂസ് അടിച്ച് എല്ലാ മാസവും കറണ്ട് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂസ് അടിച്ച് പോകാതെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇത് തള്ളി. രാത്രി 9 മുതൽ രാവിലെ 11 വരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചാൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാമെന്നും മന്ത്രി. വൈദ്യുതി ആവശ്യകത കുതിച്ചു വരുമ്പോൾ ഉയർന്ന സമ്മർദ്ദം താങ്ങാനാവാതെ ചില പ്രസരണ ലൈനുകൾ ഡ്രിപ്പാകുന്നുണ്ട്. അതായത് നമ്മൾ പവർ കട്ടല്ല, ഡ്രിപ്പാകും ഓവർലോഡ് വരുമ്പോൾ. മറ്റ് സംസ്ഥാനങ്ങളായി KSEB ഏർപ്പെട്ടിരുന്ന സാപ്പ് കരാറുകളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇതുവരെ ഏകദേശം 400 മെഗാവാട്ടിൻ്റെ കുറവ് വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിട്ടുണ്ട്. സാപ്പിൻ്റെ കരാർ കഴിഞ്ഞു. വൈദ്യുതി നിയന്ത്രണം തുടർന്നാൽ UDF ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 116.48 ദശലക്ഷം യൂണിറ്റാണ്. 5654 മെഗാവാട്ടാണ് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത. പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളതെന്ന് KSEB. സംസ്ഥാനത്തെ KSEB ഡാമുകളിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് അവശേഷിക്കുന്നത് 31.48% ജലം. സംഭരണശേഷിയുടെ 33% വെള്ളം മാത്രമാണ് ഇടുക്കി ഡാമിൽ നിലവിലുള്ളത്. 20% ജലനിരപ്പ് താഴ്ന്നാൽ വൈദ്യുതി ഉൽപ്പാദനം നിർത്തും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.